الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുത്തഖികളായി ജീവിക്കുവാനും മരണപ്പെടുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തു ശുഅറാ 26-ാം അധ്യായം, അതിലെ 3 ചെറുവചനങ്ങളാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൃദയസ്പൃക്കായ ഒരുപാട് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. പലതും അത് പിൻപറ്റിക്കൊണ്ട് നാം ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തുമായി ഏറ്റവും അധികം അടുത്തുള്ളവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റുവാൻ മുഹമ്മദ് നബിയോടും മുഹമ്മദ് നബിയുടെ അനുയായികളോടും വിശുദ്ധ ഖുർആൻ എടുത്തെടുത്ത് പറഞ്ഞത് നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾക്ക് ഒരു സവിശേഷത നമുക്ക് കാണാൻ കഴിയുന്നത്, ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണോ പരാമർശിക്കപ്പെടുന്നത് അതുമായി ഇഴുകിച്ചേർന്ന ആഴത്തിൽ ബന്ധപ്പെടുന്ന പ്രാർത്ഥനയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ മിക്കതും. ഇപ്പൊ കഅബ പടുത്തുയർത്തി ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി ഒരു വലിയ കർമ്മമാണ് ചെയ്തത്, അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട്.
ആ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് അത് അതേ രൂപത്തിൽ ചെയ്തു തീർത്തതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം ഇതായിരുന്നു. പിന്നെ തുടർച്ചയായിട്ടുണ്ട്, ഞങ്ങളുടെ നാഥ ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇതാണല്ലോ അതിന്റെ അർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കവിടെ പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ മാതൃക, ഒരു സന്ദേശം, ഒരു പാഠം. ഏതൊരു സൽക്കർമ്മം ചെയ്താലും അത് സ്വീകരിക്കാൻ അള്ളാഹുവിനോട് തേടണം എന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾ നമുക്ക് കാണാം. ഇത് സൂറത്ത് ഷുറായില് 83-ാമത്തെ വചനം മുതൽ 89-ാമത്തെ വചനം വരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളാണ്. അതിൽ ഏറ്റവും അവസാനത്തെ 3 വാചകങ്ങളാണ് ഞാൻ പറഞ്ഞു വെച്ചത്. വലാ തുഹ്സിനി യൗമ യുബഅസ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനിക്കരുതേ. ആ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിന്റെ സവിശേഷത എന്താണ്? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഒരു പ്രയോജനവും ചെയ്യാത്ത ദിവസമാണ്. ആ ദിവസത്തിൽ എന്നെ നീ അപമാനിക്കരുതേ. ആ ദിവസം ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ ആരാണ് എന്നാണ് തുടർന്ന് അദ്ദേഹം പറയുന്നത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ സംശുദ്ധമായ സുരക്ഷിതമായ ഹൃദയവുമായി അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയവരൊഴികെ വേറെ ആർക്കും ആ നിന്ദ്യതയിൽ നിന്ന്, അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ആ ദിവസം എന്നെ നീ അപമാനിക്കരുതേ. ഒരു കാര്യം ഉറപ്പാണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനെ സമീപിച്ചത് എങ്ങനെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, അതേ വാക്ക് തന്നെ. തന്റെ രക്ഷിതാവിനെ സമീപിച്ചത് എങ്ങനെയാണ്? സലീമായ മനസ്സുമായിട്ടാണ്. എന്നുവെച്ചാൽ ആ മനസ്സിൽ കളങ്കമില്ല, ശിർക്കില്ല, കുഫ്റില്ല, ഫുസൂഖില്ല, ഇസ്യാനില്ല, ഒന്നുമില്ല. സംശുദ്ധമായ ഹൃദയം. അതുമായിട്ട് അള്ളാഹുവിനെ സമീപിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായും പകർത്തുകയും ശിരസാ വഹിക്കുകയും മാതൃക കാണിച്ചു തരികയും ചെയ്ത ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അള്ളാഹുവിനോട് അതേ വാക്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. വലാ തുഹ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇത് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. ഇത് രണ്ടും ഖുർആനിൽ നമുക്ക് കാണാവുന്ന പ്രയോഗങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ആദ്യം വലാ തുഹ്സിനി എന്ന് പറഞ്ഞതും അവസാനം ഖൽബുൻ സലീം എന്ന് പറഞ്ഞതും ഒരല്പം വിശദീകരിക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള സന്ദേശങ്ങൾ ഏറ്റവും പ്രസക്തമായ കാലത്തേക്ക് നാം കടക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ജീവിതത്തിലുടനീളം നമ്മൾ അത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. പക്ഷേ അതിന് കൂടുതൽ ഒരു കാലം അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു അന്തസ്സത്ത ഉൾക്കൊള്ളുക, ഒന്ന് ഓർക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞത് വലാ തുഹ്സിനി യൗമ യുബഅസൂൻ എന്നാണ്. അപമാനം എന്ന് പറയുന്നത് നമുക്കാർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലും അപമാനിച്ചാൽ നമ്മളുടെ അവസ്ഥ എന്താ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ അങ്ങനെയുള്ള നാം അപമാനിതരാകുന്ന ഒരു സന്ദർഭം മരണാനന്തര ജീവിതത്തിലുണ്ട്, സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവിടുത്തെ അപമാനം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മളെ കുറിച്ച് ഒരു മോശമായ പ്രയോഗം നടത്തി, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആകട്ടെ, നമ്മൾ അനുഭവിക്കുന്നവരാണ്. അപ്പൊ ആ നിലയിൽ എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മനസ്സ് മാറി നല്ലൊരവസ്ഥയിലേക്കൊക്കെ നമുക്ക് വരാൻ കഴിഞ്ഞെന്ന് വരാം.
അല്ലെങ്കിൽ ആരിലൂടെ നാം അപമാനിക്കപ്പെട്ടുവോ അവർ നമ്മളെ സമീപിച്ചുകൊണ്ട് മാപ്പ് പറയുകയോ നമ്മളെ ഒന്ന് ഉത്ബുദ്ധരാക്കാൻ അല്ലെങ്കിൽ ഒന്ന് അവബോധം നടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ കഴിച്ചിലായി എന്ന് വരും. ഇതൊന്നും നടക്കാത്തതാണ് യൗമ യുബഅസു എന്ന് പറഞ്ഞത്. ആ യൗമ യുബഅസുവിന് പിന്നൊരു വിശേഷണവും കൂടി പറഞ്ഞതാണ്. ഇവിടെ നമ്മളുടെ സമ്പത്ത് ചിലപ്പോൾ നമുക്ക് ഉപകാരപ്പെടും, സന്താനങ്ങൾ ഉപകാരപ്പെടും, ഉറപ്പാണല്ല കാര്യം. എന്നാൽ ഇത് രണ്ടും ഒരു പ്രയോജനവും ചെയ്യാത്ത ദിവസം, ആ ദിവസത്തിൽ എന്നെ നീ അപമാനിക്കരുതേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് അവിടുത്തെ അപമാനം? പരലോകത്ത് ഖിയാമത്ത് നാളിൽ സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം നാം എങ്ങനെ അപമാനിതരാകും? എങ്ങനെയാണ് അതിന്റെ രൂപം? ആ രൂപവും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തു ആല ഇംറാന്റെ അവസാന ഭാഗം, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത വമാ ലിൽസാലിമീന മിൻ അൻസാർ. അതാണ് ഖിയാമത്ത് നാളിലെ അപമാനം. ആ അപമാനം എന്നെ നീ അപമാനിക്കരുതേ എന്നാണ് ഇബ്രാഹിം നബി ചോദിക്കുന്നത്. ഉറപ്പാണ് അതിന്റെ ഓരത്ത് പോലും എത്തൂല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നമുക്കറിയാം. അവിടെയാണ് നമ്മൾ ഇത് കൂടുതൽ ചോദിക്കേണ്ട ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുക. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? സൂറ ആല ഇംറാനിലെ പ്രാർത്ഥന ഇന്ന ഫീ ഖൽഖിസ് സമാവാതി എന്ന് തുടങ്ങുന്ന അതിനുൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരും അറിയുന്നവരും ആണ് നമ്മളൊക്കെ. അവിടെ നാം പറയുകയാണ് അല്ലാഹുവിനോട്, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാർ, നരകത്തിൽ നീ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആരെയാണോ നീ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്, ഫഖദ് അഖ്സൈതഹു, അവനെയാണ് നീ അപമാനിക്കുക. ആ അപമാനം അസഹനീയമാണ്. അതാണ് വലാ തുഖ്സിനി യൗമ യുബഅസൂൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ആ അപമാനത്തിൽ നിന്ന് സുരക്ഷിതരാകാൻ നമ്മെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ പ്രാർത്ഥന ഇത് ഇബ്രാഹിം നബി വലാ തുഹ്സിനി എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ മൊത്തത്തിൽ വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട ഒരു രൂപം സൂറ ആല ഇംറാന്റെ അവസാനം ഇതേ വിഷയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അതെന്താ? റബ്ബനാ ആതിന മാ വഅദ്തനാ അലാ റുസുലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. ഇത് നമ്മൾ ഉരുവിടേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്താണത്? റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക്, നിന്റെ പ്രവാചകന്മാരിലൂടെ ഞങ്ങൾക്ക് കരാറ് ചെയ്തത് ഞങ്ങൾക്ക് നീ നൽകണേ. പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യർക്ക് കരാറ് ചെയ്തത് എന്താ? നല്ല ജീവിതം ജീവിച്ചാൽ പരലോകത്തിൽ സൗഭാഗ്യമുണ്ട്, രക്ഷയുണ്ട്, അല്ലെങ്കിൽ ശിക്ഷയുണ്ട്. ഇതല്ലേ എല്ലാ പ്രവാചകന്മാരും ഒരേപോലെ പറഞ്ഞ കാര്യം. അത് ആ പ്രവാചകന്മാരിലൂടെ ഞങ്ങൾക്ക് നീ കരാറ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് നീ നൽകണേ, ആ കരാറ് ഞങ്ങളിൽ പാലിക്കപ്പെടണേ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ആ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ അപമാനിക്കുകയും ചെയ്യരുതേ. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, നീ കരാറ് ലംഘിക്കുകയില്ല. അല്ലാഹ് കരാറ് ലംഘിക്കുകയില്ല, ഉറപ്പാ. കരാറ് ലംഘിക്കുന്നത് നമ്മളൊക്കെയാണ്. ഇതാണ് വിഷയം. അപ്പൊ വലാ തുഖ്സിനാ യൗമൽ ഖിയാമ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന വലാ തുഖ്സിനി യൗമ യുബഅസൂൻ എന്ന് പറഞ്ഞതുമായി നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കണം. ആ ഖിസിയ് ഈ ഇഹലോകത്തുണ്ടാകുന്ന ഖിസിയോ അപമാനം പോലെ അല്ല പരലോകത്ത്. അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത അപമാനമായിരിക്കും. അത് നരക ശിക്ഷയിൽ കിടന്നെരിയുക എന്നതാണ് ആ അപമാനം. അതുകൊണ്ടാണ് അതിനോടൊരു കരുതൽ നിലനിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണ് എന്ന് പറഞ്ഞതാണ് ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗം. അത് ഖൽബുൻ സലീമുമായി വരുന്നവരാണ്. ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ ഹൃദയം. നമ്മളെ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അങ്ങനെയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നമ്മളുടെ ഖൽബിൽ ഒന്നുമില്ല, സ്ഫടിക സമാനമാണ്, തെളിഞ്ഞതാണ്, ഒരു പുള്ളി അതിലില്ല.
തെറ്റിന്റെയോ കുറ്റത്തിന്റെയോ പകയുടെയോ വിദ്വേഷത്തിന്റെയോ അസൂയയുടെയോ ഒന്നും ഒരു കുത്ത് അതിനകത്തില്ല. എന്തിനേയും ഇങ്ങനെ സ്വീകരിക്കാവുന്ന നിലയിലുള്ള സ്ഫടിക സമാനമായ ഹൃദയവുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ ആ സ്ഫടിക സമാനമായ ഹൃദയവുമായിട്ടേ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ രക്ഷയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. നമുക്കറിയാം, നന്മ തിന്മകളുടെ ആവാസ കേന്ദ്രമാണ് ഖൽബ്, ഹൃദയം. നന്മകൾ ഉയരെടുക്കുന്നതും തിന്മകൾ വെള്ളവും അതിന്റെ വളവും ഒക്കെ വലിച്ചെടുത്ത് വളർന്ന് വലുതാകുന്നതും ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഹൃദയ സംസ്കരണം ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായി പരിശുദ്ധ ഇസ്ലാം പ്രവാചകന്മാരിലൂടെ, വിശിഷ്യ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വ്യക്തിയുടെ വളർച്ചയും വികാസവും അവന്റെ ഹൃദയത്തിന്റെ നിലപാടനുസരിച്ചായിരിക്കും. ഹൃദയം നന്നാവുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മനുഷ്യൻ നന്നാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ ഹൃദയത്തെ ഉപമിച്ചത് രാജാവിനോടാണ്. അൽ ഖൽബു മലിക്കുൻ എന്നാ പറഞ്ഞത്. ഖൽബ് രാജാവാണ്. വലഹു ജുനൂദുൻ ജുനൂദുഹു, ആ രാജാവിന് കുറെ സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളാണ് നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ നാക്ക്, നമ്മളുടെ കൈ, നമ്മുടെ കാല് ഒക്കെ. അതാണ് അതിന്റെ ജുനൂദ് എന്ന് പറയുന്നത്. അങ്ങനെ ജുനൂദ് ഉണ്ട്. എന്നിട്ട് പറയുകയാണ്, ഫൈദാ സലഹൽ മലിക്കു സലഹത്ത് ജുനൂദുഹു, രാജാവ് ചൊവ്വേ നേരെ നിന്നാൽ സൈന്യങ്ങളും ചൊവ്വേ നേരെ നിൽക്കും. വൈദാ ഫസദൽ മലിക്കു ഫസദത്ത് ജുനൂദുഹു, അതല്ല രാജാവ് ഫസാദാകുകയാണെങ്കിൽ സൈന്യങ്ങളും ഫസാദാകും. ഒരു വീട്ടിൽ ഒരു നാഥൻ, ആ നാഥൻ നേരെ ചൊവ്വയാണ് എങ്കിൽ ആ കുടുംബം നേരെ ചൊവ്വയായിരിക്കും. എല്ലാ തരത്തിലും തലത്തിലും. അയാൾ ഫസാദായാലോ ആ കുടുംബം ഫസാദാവും. ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി നേരെ ചൊവ്വയാണെങ്കിൽ ആ നാട് ചൊവ്വാവും, ഇല്ലെങ്കിൽ തലതിരി. ഇത് തന്നെയാണ് ഇതിന്റെ അവസ്ഥ. ഇതുപോലെയാണ് ശരീരം എന്ന് പറയുന്ന നമ്മളുടെ ഈ കാണുന്ന ഇതിന്റെ ഏറ്റവും വലിയ അധികാരം കൈയാളുന്നത് നമ്മളുടെ ഏറ്റവും നമ്മളാരും കാണാത്ത, ചിലപ്പോൾ എനിക്ക് ഹൃദയവേദന അല്ലെങ്കിൽ ഹൃദയവേദന കൊണ്ട് മരിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഹൃദയം, അത് ചിലപ്പോൾ നമ്മുടെ ഡോക്ടർമാരൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മളുടെ ഹൃദയം ശസ്ത്രക്രിയ നടത്തിയിട്ട് നന്നാക്കുന്ന ആ ഒരു അവയവമായി കൊള്ളണമെന്നില്ല. അത് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല ഇതിന്റെ ഉള്ളിൽ മനസ്സുണ്ട് എന്നുള്ളത്. അല്ലാഹു അലം. അതൊരു പ്രതിഭാസ, ഒരു വല്ലാത്ത പ്രതിഭാസമാണത്. അപ്പൊ ആ നിലയിലാണ് അതിനെ വിലയിരുത്തുക. അത് നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് വിശ്വാസത്തിലൂടെ, സദാചാര നിഷ്ഠയിലൂടെ, സൽക്കർമ്മ നിരതരാകുന്നതിലൂടെ, പരലോക ഭയപ്പാടിലൂടെ ഒക്കെ ഇതിനെ സംസ്കരിച്ചു കൊണ്ടുപോകുന്നതിന് ഇടയ്ക്കിടെ ബോധവൽക്കരണം നടത്തുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഒന്നുകൂടി ഇതിനെ വ്യക്തമാക്കുന്ന വളരെ ദീർഘമായ ഒരു ഹദീസുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക. അതിനു മുമ്പ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഹലാലിനെ കുറിച്ച്, ഹറാമിനെ കുറിച്ച്. ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ഹലാലാണോ ഹറാമാണോ എന്ന് വേർതിരിച്ചറിയാത്ത നിലയിൽ സംശയാസ്പദമായ അവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ആ സംശയാസ്പദമായ കാര്യങ്ങളിൽ ചെന്ന് വീഴാതെ സുരക്ഷിതത്വം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് പോയാൽ അവൻ രക്ഷപ്പെട്ടു എന്നും, അതല്ല സംശയാസ്പദമായ കാര്യം ഹലാലാണോ ഹറാമാണോ എന്നറിയാതെ അതിൽ പോയി വീണാൽ ഹറാമിലാണ് പോയി വീഴുന്നതെന്നും ഒക്കെ അതിന്റെ മുമ്പിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഒരു മനോഹരമായ ഉപമയും അല്ലാഹു ഉപമിക്കുന്നുണ്ട്. ഏതുപോലെ? ഒരു ഇടയനെ പോലെ. ആ ഇടയൻ
ഒരു പിന്നെ ഒരു 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 സുരക്ഷിത മേഖലയുടെ ചുറ്റും നിർത്തിയിട്ട് അവന്റെ മൃഗങ്ങളെ മേയ്ക്കുന്ന ഒരിടയൻ അവൻ അശ്രദ്ധ കാണിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ മൃഗം അതിൻ്റെ ഉള്ളിൽ കടന്ന് അത് തിന്നിട്ടുണ്ടാകാം. അത്ര പറയുന്നുണ്ട് ഹദീസ്, ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അത് ഹലാല ഹറാമ് സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ്. അങ്ങനെ സുവ്യക്തമായിട്ടില്ലെങ്കിലും കഴിയുന്നതും നമുക്ക് സംശയമാണ് എങ്കിലും ഹറാമിലേക്കാണോ കൂടുതൽ അതിന് ചായ്വ്, ഹലാലിലേക്കാണോ അതിന് കൂടുതൽ ചായ്വ് എന്ന് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഫത്വ പറയുകയോ അതിൽ ഇടപെടുകയോ ചെയ്യാതിരിക്കലാണ് അവന്റെ ദീനിനും അവന്റെ മാനത്തിനും നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കാണ്, ഇതൊക്കെ ലെവലാകണമെങ്കിൽ ഒന്ന് ലെവലായാൽ മതി. അതെന്താ? ഹൃദയം. മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ മനുഷ്യനാകെ നന്നായി, അത് ചീത്തയായാൽ മനുഷ്യനാകെ ചീത്തയായി എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞതാണ് അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്ന് പറഞ്ഞത്. ഈ ഖൽബുൻ സലീം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചുകൊണ്ട് മനുഷ്യന്റെ ഹൃദയങ്ങളെ 4 രൂപത്തിലാക്കി വിശദീകരിച്ചു തരുന്നുണ്ട് പ്രവാചകൻ. അത് ഓരോരുത്തരുടെ പിന്നെ സത്യനിഷേധത്തിന്റെ ആൾക്കാരുടെ മനസ്സിനൊരു പേര്, കാപട്യമുള്ളവരുടെ മനസ്സ്, ഇങ്ങനെ 3-4 രൂപത്തിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ പ്രവാചകൻ ഈ ഖൽബുൻ സലീമിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ഖൽബുൻ അജ്റദ് എന്നാണ്. ഹദീസിൽ അങ്ങനെ അതിന് പ്രയോഗം, ഖൽബുൻ അജ്റദ്. അജ്റദ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ദീപസമാനം പ്രകാശപൂരിതമായ നിഷ്കളങ്ക ഹൃദയം, ഒരു അഴുക്കുമില്ലാത്ത ഹൃദയം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെയൊക്കെ ഹൃദയം ഏത് കോലത്തിലായിരിക്കും ഈ പടച്ചവന്റെ മുമ്പിൽ? വഹുസ്സില മാഫിസ് സുദൂർ എന്നാണ് പറയുന്നത്, അല്ലെ? ഹൃദയങ്ങളിലെല്ലാം പുറത്തു വരപ്പെടുന്ന, അത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന സന്ദർഭം. നരക ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക് പടർന്നു കയറുന്ന അഗ്നി എന്നാ പറഞ്ഞത്. അപ്പൊ എന്തോന്നുണ്ട്? അതുപോലെ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കണ്ണും കാതും ഫുആദും ഹൃദയവും ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒതുക്കി വെച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് കൃത്യമായി അല്ലാഹുവിന് അറിയാം. അപ്പൊ അതിന്റെ സംശുദ്ധി, അതിന്റെ പിന്നെ എന്താണ് നിഷ്കളങ്കമായ അവസ്ഥ, അത് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനാണ് വിശ്വാസവും സൽക്കർമ്മവും ഒക്കെ എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇത്തരം ഹൃദയങ്ങൾ ഖൽബുൻ അജ്റദായിരുന്നാലും ഖൽബുൻ സലീം ആയിരുന്നാലും, ഖുർആൻ ഖൽബുൻ സലീം എന്ന് പറഞ്ഞു, പ്രവാചകൻ ഖൽബുൻ അജ്റദ് എന്ന് പറഞ്ഞു. രണ്ടിന്റെ ആശയം ഒന്ന് തന്നെയാണ്. ഈ രൂപത്തിലുള്ള ഹൃദയം ഉള്ളവരുടെ അവസ്ഥ എന്താണ്? അവർ സ്വയം സൽഗുണ സമ്പന്നരായിരിക്കും. ഒപ്പം അവരുടെ ഈ സൽഗുണ സമ്പന്നത എന്ന് പറയുന്നത് ഒപ്പമുള്ളവരിലേക്കും അത് വ്യാപിക്കും. അതോടൊപ്പം തന്നെ അവൻ ഏറ്റവും നല്ല വിശാല മനസ്കതയുടെ ഉടമയായി മാറും. ഒരിക്കലും അവൻ ഇടുങ്ങിയ ചിന്താഗതിക്കാരനോ ഇടുങ്ങിയ ഹൃദയത്തിന്റെ ഉടമയായി മാറൂല. ഇതൊക്കെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അയ്യൻ നാസി അഫ്ളൽ, അള്ളാഹുവിന്റെ റസൂലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാ? പ്രവാചകന്റെ മറുപടി, കുല്ലു മഹ്മൂമുൽ ഖൽബി സാദിഖുൽ ലിസാൻ, സത്യസന്ധമായ നാവുള്ള വൃത്തിയുള്ള ഹൃദയമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, പിന്നെ ഈ സത്യസന്ധമായ നാവ്, സദീഖുൽ ലിസാൻ, സദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ടില്ല, അതാരാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ ഫീഹി വലാ ദില്ല വലാ ഹസദ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ മഹ്മൂമുൽ ഖൽബ ആകുന്നവനെ ജനങ്ങളിൽ ഉത്തമനാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ട് എന്താണ് മഹ്മൂമുൽ ഖൽബ് എന്ന് പറയുകയാണ്. അത് ഹുവ തഖിയ്യു, ഭക്തിയുള്ള മനസ്സ്, തഖ്വയുള്ള മനസ്സ്. അന്നഖിയ്യു, മാലിന്യമുക്തമായ കറകളില്ലാത്ത മനസ്സ്.
അല്ലദീ ലാ ഇസ്മ ഫീഹി, അതിൽ കുറ്റകരമായ പാപകരമായ കാര്യം ഉണ്ടാവില്ല. വലാ ബഗയ ഫീഹി, അതിൽ കുറ്റവാസനയോ അതിക്രമമോ ആ മനസ്സിൽ നിന്നുണ്ടാവില്ല. വലാ ഗില്ല വലാ ഹസദ, പക ഉണ്ടാവൂല, അസൂയ ഉണ്ടാവൂല. ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക് നമ്മളെ കുറിച്ച്. ഈ പറഞ്ഞതിൽ ഏതാണ് ഇല്ലാത്തത്? എല്ലാം ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒന്ന് തഖ്വയാണ് പറഞ്ഞത്. 2 നെഖ്യി എന്ന് പറഞ്ഞാൽ സംശുദ്ധമായത്, കറകളില്ലാത്തത്. 3 പറഞ്ഞത് ഇസ്മാണ്, കുറ്റം. 4 പറഞ്ഞത് അതിക്രമം, കുറ്റവാസന. 5-മത്തത് പറഞ്ഞത് പകയാണ്, വിദ്വേഷമാണ്. 6-മത് പറഞ്ഞത് അസൂയ. ഇതൊന്നുമില്ലാത്ത മനസ്സിന്റെ ഉടമ ആരോ അവനാണ് മഹ്മൂമുൽ ഖൽബ്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക ഞാനും നിങ്ങൾ. ഇല്ലെങ്കിൽ മാറാനും മാറ്റാനും നമുക്ക് കഴിയണം. ഹൃദയം നിറയെ പകയും, ഹൃദയം നിറയെ അസൂയയും വിദ്വേഷവും വെച്ചു പുലർത്തിക്കൊണ്ട് നമസ്കരിച്ചിട്ട്, നോമ്പ് പിടിച്ചിട്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യം? കാരണം എല്ലാ നന്മകളെ അതൊക്കെ ഇല്ലാതാക്കും. നമ്മളുടെ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. വിശ്വാസികളോട് പകയുള്ള ഹൃദയമാക്കരുതേ ഞങ്ങളുടെ ഹൃദയം, അതേ ഉള്ളൂ. ക്ഷമിക്കുക ആ പദം പ്രയോഗിച്ചത്. അങ്ങനെയുള്ള പകയും വിദ്വേഷവും അസൂയയും, ഇങ്ങനെ അസൂയയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്താ? ഇയ്യാക്കും വൽ ഹസദ് ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്. വിറക് തീ തിന്ന് നശിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ സർവ്വ ഹസനാത്തുകളെയും തിന്നുകളയുന്ന പറഞ്ഞത്. അത്ര ഗൗരവവും അത്ര സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്നത്. എന്താണ് ഈ സാധനം എന്ന് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. തന്നെയുമല്ല, നമ്മൾ ആലോചിച്ച് നോക്ക്, മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും ആദ്യത്തെ കൊലപാതകം, മനുഷ്യ സമൂഹത്തിലെ ആദ്യത്തെ കൊലപാതകം എന്തേ കാരണം? ഇത് രണ്ടുമാണ്, അസൂയയും പകയും. വേറെ ഒന്നും അതിന്റെ പിന്നിലില്ല. ഇന്നും നടക്കുന്ന കൊലപാതകങ്ങളുടെ ബേസ് അന്വേഷിച്ച് ചെന്നാൽ ഇത് രണ്ടുമല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. മറ്റു പല ബാഹ്യമായ കാര്യങ്ങളും നമ്മൾ വായിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഉടലെടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതിന്റെ എല്ലാം അവൻ അങ്ങനെയോ, എന്നാ അവനെ അങ്ങനെ വിട്ടുവിടല്ലോ, ഈ ഒരു ചിന്ത, ഈ ഒരു മനസ്സ്, ഇത് തന്നെയാണ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് സംഭവിച്ചത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഹാബീലിന്റെയും ഹാബീലിന്റെയും ചരിത്രം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഇതാ, വേറൊന്നുമല്ല. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദം, ആദമിന്റെ 2 മക്കളുടെ വൃത്താന്തം നീ അവർക്ക് ഓതി കേൾപ്പിക്കുക. പ്രവാചകനോട് പറയാണ്, നമുക്ക് പറഞ്ഞു തരാൻ ആ സംഭവം. മനുഷ്യ സമൂഹത്തിലെ ആദ്യത്തെ 2 സഹോദരങ്ങളാണത്. ആ 2 സഹോദരങ്ങൾക്കും ഇത് ഉണ്ടാകാനുള്ള കാരണം, ഇത് ഖറബാ ഖുർബാനൻ, രണ്ടാളും ബലികർമ്മം നടത്തി. ഫതുഖുബ്ബില മിൻ അഹദിഹിമ, രണ്ടിൽ ഒരാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേ ആളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല. അപ്പൊ സ്വീകരിക്കപ്പെടാത്തവനാരോ അവൻ മറ്റവനോട് പറഞ്ഞു, സ്വീകരിച്ചവനോട് പറഞ്ഞു, ലഅഖ്തുലന്നക, നിന്നെ ഞാൻ വെറുതെ വിടൂല, നിന്നെ ഞാൻ കൊന്നിരിക്കും. നീ ഞാനും ഒരുമിച്ചല്ലേ ചെയ്തത്, എന്നിട്ട് നിന്റേത് സ്വീകരിക്കുക, എന്റേത് സ്വീകരിക്കാതിരിക്കുക എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നിന്നെ കൊല്ലുക, ലഅഖ്തുലന്നക. എന്താ പ്രയോഗം? ആ സന്ദർഭത്തിൽ മറ്റേ സഹോദരൻ ഒരു വാചകമുണ്ട്, എന്താണെന്നറിയോ? അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു കർമ്മം സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്. അതൊരു വല്ലാത്ത വാചകമാണ് ആ പറഞ്ഞത്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വാചകവുമാണ്. അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്, കാട്ടിക്കൂട്ടലുള്ളവരിൽ നിന്ന് അത് സ്വീകരിക്കില്ല. എന്ന് വെച്ചാൽ
നീയും ഞാനും എന്നെയും നിന്നെയും വേർതിരിക്കുന്ന ഒരു ഘടകമാണ് ഈ പറഞ്ഞ തഖ്വ. അതുള്ളവരിൽ നിന്നേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കാം എന്റെ സ്വീകരിച്ചത് നിന്റെ തിരസ്കരിച്ചത് എന്നുള്ള ആശയം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ സംഭവം നമുക്കറിയാം, കൊല്ലൂ എന്ന് പറഞ്ഞ് കൊല്ലുക തന്നെ ചെയ്തു. അപ്പൊ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ പറഞ്ഞത്, പകയും അസൂയയും എന്ന് പറയും. ഇതില്ലാത്ത മനസ്സാകണമെങ്കിൽ ആ മനസ്സ് മഹ്മൂമുൽ ഖൽബ് അല്ലെങ്കിൽ ഖൽബുൻ സലീം അല്ലെങ്കിൽ ഖൽബുൻ അജ്റദ് ഒക്കെയായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് വിശ്വാസം കൊണ്ട് കർമ്മം കൊണ്ടും ആ ഹൃദയം സ്ഫുടം ചെയ്തെടുക്കണം. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. സൂറത്തുൽ ഹുജറാത്തിലെ വചനം പരിചിതമാണ്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ചേർത്ത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടകരമാകേണ്ടത് ഈമാനാണ്, വിശ്വാസമാണ്. അതാണ് ബേസ്. അത് ശരിയായ രൂപത്തിലായാൽ പാപക്കറകളൊക്കെ കുറയും. ആ ഹൃദയത്തിൽ നിന്ന് കുറേശ്ശെ അത് മാറിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അങ്ങനെ പാപക്കറകളില്ലാതെ ഈമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മാറിയിട്ട് ആ ഹൃദയം ആ ഈമാൻ കൊണ്ട് അലങ്കരിക്കും അല്ലാഹു. അതാണ് ഏറ്റവും പ്രകാശം ചൊരിയുന്ന സ്ഫടിക സമാനമായ മനസ്സ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു കുഫറും ഫുസൂഖും ഇസ്യാനും അവിശ്വാസവും പിന്നെ അനുസരണക്കേടും അതുപോലെ തന്നെ പിന്നെ അധർമ്മവും ഒക്കെ നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി മാറ്റും. അങ്ങനെ ആകുമ്പോഴേ മനസ്സ് സലീമാകുന്നുള്ളൂ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. തെറ്റുകളോടുള്ള നമ്മളുടെ മനോഭാവം, ശരികൾ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത് ജീവിതത്തിലുടനീളം വേണം. അതിന് ഒന്നുകൂടി നമ്മളെ പാകപ്പെടുത്താൻ പറ്റുന്ന നിലയിലുള്ള ഒരു നല്ല അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ കരിഞ്ഞു നൽകുന്നതാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിലേക്കാണ് നാം ഒരു വെളിപ്പാട് അകലെ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. മനസ്സ് നന്നായി ഒന്ന് ഒരുക്കുക മനസ്സിനെ. ഈ പറഞ്ഞതുപോലെ പടച്ചവനോട് തേടിക്കൊണ്ട്, അതുപോലെ ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒരു നല്ല അവസ്ഥയിൽ മനസ്സ് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു രണ്ട് മൂന്ന് ഓഫറുകൾ ഉണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒന്നെന്താണെന്നറിയോ? ഫദ്കുറൂനി അദ്കുറുക്കും. എന്നെ നിങ്ങൾ ഓർക്കുക, അപ്പൊ നിങ്ങളെ ഞാനും ഓർക്കാം. രണ്ട്, വഷ്കുറൂലി വലാ തക്ഫുറൂൻ. എന്നോട് നിങ്ങൾ നന്ദിയുള്ളവരാവുക, നന്ദി കേട് കാണിക്കരുത്, എന്നാൽ ഞാൻ നിന്നോട് നന്ദിയുള്ളവനാകും. റബ്ബുക്കും ലഇൻ ശക്കർതും ലഅസീദന്നകും. നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഏറ്റി ഞാൻ തരാമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഓഫർ എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. ഇത് ഓഫറുകളാണ്. ഈ ഓഫറുകൾ ഒക്കെ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനാണ്. ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ റമദാൻ സമാഗതമാകുന്നു. ഒരുക്കുക മനസ്സിനെ തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ കൊണ്ടും ഒന്ന് സ്ഫുടം ചെയ്തെടുത്ത് ഖൽബുൻ സലീമിന്റെ ഉടമകളായി മാറി പരലോകത്ത് അള്ളാഹുവിന്റെ അപമാനം, നരകശിക്ഷ എന്ന അപമാനത്തിൽ നിന്ന് സുരക്ഷിതരാകുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പരിശുദ്ധ റമദാൻ സമാഗതമാകുന്നു. റജബ് മാസം മുതൽ തന്നെ റമദാനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഷഅബാൻ മാസമായപ്പോൾ
അതിൻ്റെ ഗൗരവവും ഒക്കെ ഓരോരോ സന്ദർഭങ്ങളിലായി പല നിലയിലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് പൂർണ്ണമായ ആരോഗ്യത്തോടെ ആസന്നമാകുന്ന റമദാനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാനും വ്രതമനുഷ്ഠിക്കാനും സൽക്കർമ്മങ്ങളിൽ ജാഗരൂകരാകാനും ഒപ്പം പാപത്തിൽ നിന്ന് മുക്തരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള ആ ശ്രമത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ നമ്മിൽ നിന്ന് സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ മാസമാകുമ്പോൾ സാധാരണയായി ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് മറ്റ് സാധുക്കളായ ആൾക്കാരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. അത് റമദാന് മുമ്പ് തന്നെ നമ്മൾ തുടങ്ങാറുണ്ട്. എന്ന് പറഞ്ഞാൽ റമദാൻ മാസമാകുമ്പോൾ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയും നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കിറ്റുകൾ നൽകുക എന്നുള്ളത് എല്ലാ ആൾക്കാരും ചെയ്യുന്ന, പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏതാണ്ട് 500ഓളം കുടുംബങ്ങളെ അങ്ങനെ കിറ്റ് നൽകി സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1000 രൂപയാണ് ഒരു കിറ്റിന് നാം കണക്കാക്കിയിട്ടുള്ളത്. ഈ വർഷവും ഇൻഷാ അള്ളാഹ് തുടരണമെന്ന് ആഗ്രഹിക്കുകയാണ്. റമദാന് കിറ്റ് കൊടുക്കുന്നത് റമദാന് മുമ്പ് തന്നെ കഴിവിന്റെ പരമാവധി അവരുടെ കൈകളിൽ എത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഇത്തിരി നേരത്തെ അതുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നത്. സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള ചെറുതും വലുതുമായ നന്മകൾ ചെയ്തുകൊണ്ട് കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുവാനും റമദാൻ മാസത്തിന്റെ പുണ്യം നേടിയെടുക്കുവാനും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അവർക്കും ഞങ്ങൾക്കും നീ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ. അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണമേ. അവരുടെ പ്രയാസങ്ങളെ നീ അകറ്റി കൊടുക്കണമേ. അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് നീ അറുതി വരുത്തണമേ. ജീവിതത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സൗഭാഗ്യവും നിന്റെ ബർക്കത്തുകളും ചൊരിഞ്ഞു തരണമേ. ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. സർവോപരി നിന്റെ ദീനിന് ഇസ്സത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.